എത്രയൊക്കെ ശ്രമിച്ചിട്ടും വേദന നിറഞ്ഞ ചില ഓർമ്മകൾ നമ്മളെ വിട്ടുപോകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഹോണ്ടിങ് മെമ്മറീസ് നിരന്തരം വേട്ടയാടുന്നതായി നമുക്ക് തോന്നാം. പലപ്പോഴും ആളുകൾ അന്വേഷിക്കുന്നത് എങ്ങനെ അവയെ മറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓർക്കുക, മറവി എന്നൊന്നില്ല. ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ മൂലം പിന്നിലായി പോകുന്ന ഓർമ്മകളെയാണ് മനുഷ്യൻ മറവി എന്ന് പേരിട്ട് വിളിക്കുന്നത്. എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഇത്തരം ഓർമ്മകളെ എങ്ങനെ അകറ്റി നിർത്താം എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്തരം ഓർമ്മകളുടെ അതിപ്രസരം എങ്ങനെ ഒഴിവാക്കി കൊണ്ടുവരാൻ സാധിക്കും. മനഃപൂർവ്വം ഓർമ്മകളെ മറക്കുന്നതിന് പകരം ആ ഓർമ്മ അവിടെ ഉണ്ട് എന്നുള്ള ഒരു സത്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു മെമ്മറി കടന്നു വരുമ്പോൾ അതിലെ നെഗറ്റീവ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ആ ഒരു മെമ്മറിയിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സംഭവം മൂലം നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് റീഫ്രെയിം ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും. പുതിയ ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യുക എന്നത് ഒരു പരിധിവരെ പഴയ ഓർമ്മകളുടെ കടന്നുവരവിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമുക്ക് വീണ്ടും ലൈഫില് പുതിയ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. പുതിയ ഓർമ്മകളെ നിർമ്മിച്ചു വരുമ്പോൾ പഴയ ഓർമ്മകൾ സ്വാഭാവികമായിട്ട് പിന്നിലേക്ക് തള്ളപ്പെടും. നമുക്ക് സന്തോഷവും അല്ലെങ്കിൽ നമുക്ക് എൻജോയ്മെന്റ് കിട്ടുന്ന ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്നത് വഴി പഴയ ഓർമ്മകളെ നമുക്ക് ഒഴിവാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. മെഡിറ്റേഷൻ, ഡീപ് ബ്രീത്തിങ് അല്ലെങ്കിൽ പ്രസന്റ് മൊമെന്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിലൂടെ അൺവാണ്ടഡ് ആയിട്ടുള്ള മെമ്മറീസിന്റെ കടന്നുവരവിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ജേർണലിംഗ് എന്നുള്ളത് ഓർമ്മകളെ ഒഴിവാക്കാനുള്ള ഒരു മികച്ച രീതിയാണ്. വേദന നിറഞ്ഞ ഓർമ്മകൾ അതെന്ത് തന്നെ ആയാലും അതൊന്ന് എഴുതി നോക്കൂ. നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാതെ ആ ഒരു ഓർമ്മ മൂലം നമുക്കുണ്ടാകുന്ന എല്ലാ ഇമോഷൻസിനെയും എഴുതി ഒരു ജേർണൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഓർമ്മകൾ മൂലമുള്ള ഇമോഷണൽ ഗ്രിപ്പിനെ ഒഴിവാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മളെ കൊണ്ട് സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത്ര പെയിൻഫുൾ മെമ്മറീസ് കൊണ്ടു നടക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു തെറാപ്യൂട്ടിക് കൗൺസിലിങ്ങിന് വിധേയരാകേണ്ടതായിട്ടുണ്ട്. ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുന്നത് വഴി അല്ലെങ്കിൽ കൗൺസിലിംഗ് വഴിയൊക്കെ ആ ഓർമ്മകളും അതുമായി ബന്ധപ്പെട്ട ഇമോഷൻസും നമുക്കവിടെ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഹീലിംഗിന്റെ ഏർലി സ്റ്റേജസിലെങ്കിലും ആ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ സിറ്റുവേഷൻസിൽ നിന്നോ നമ്മളൊന്ന് അകന്നു നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മളെ എത്രയധികം വേദനിപ്പിച്ച ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളുമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് കുറച്ചു കാലത്തേക്കെങ്കിലും നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ മെന്റൽ ഫിസിക്കൽ വെൽബീയിങ്ങിനായിരിക്കണം നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. അതായത് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ശീലിക്കുക. ഇങ്ങനെ നമ്മളിലേക്ക് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള മെമ്മറീസ് മെല്ലെ മെല്ലെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് സമയം എന്ന് പറയുന്നത്. എല്ലാത്തിനും നമ്മളൊരു സമയം കൊടുക്കുക, അല്ലെങ്കിൽ പേഷ്യൻസോടെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സമയം കടന്നു പോകും തോറും ആ ഓർമ്മകളുമായിട്ടുള്ള ഒരു ഇമോഷണൽ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഓർമ്മകളെ ഒരിക്കലും പൂർണ്ണമായി മറക്കാനാവില്ല, പക്ഷെ അവയോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അവയോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും ഡെയിലി ലൈഫിൽ നമ്മുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ സക്സസ് എന്നൊക്കെ പറയുന്നത്. വേദനിപ്പിക്കുന്ന ഓർമ്മകളെ പിന്നിലാക്കി പുതിയ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം.